ഇനേഷ്യ. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ 4 ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പോർഷനെ ബേസ് ചെയ്തിട്ടുള്ള MCQ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ടോപ്പിക്കും ചെറുതായിട്ട് റിവൈസ് ചെയ്ത് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹുക്സ് ലോ ഇസ് വാലിഡ്. അപ്പോൾ ഹുക്സ് ലോ ആരും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നതാണെന്ന് അറിയണം. അത് ഏത് ഡയഗ്രത്തിൽ നിന്നാണ് അതിന്റെ വാല്യൂ കിട്ടുന്നതെന്ന് അതെല്ലാം നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിച്ചു പോകാം. ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ബി, only within elastic limit. കറക്റ്റ് ആണ് ആൻസർ. only within elastic limit. അപ്പൊ എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ്, എന്താണ് പ്ലാസ്റ്റിക് ലിമിറ്റ്, എന്താണ് yield പോയിന്റ്, ഇതൊക്കെ അറിയണം. ഹുക്സ് ലോ ആരും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണെന്ന് ആദ്യം പഠിക്കുക. സ്ട്രെസ് സിഗ്മ, സ്ട്രെയിൻ എപ്സിലോൺ. അപ്പൊ ഇവരെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ ലോ ആണ് ഹുക്സ് ലോ. അപ്പൊ ഹുക്സ് ലോ പറയുന്നത് സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ്. അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് എഴുതുക. നമ്മൾ കുറച്ചും കൂടെ ഡീപ്പിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം പഠിക്കുമ്പോൾ വേറൊരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വേറെ പ്രപ്പോർഷണൽ ലിമിറ്റ്. അപ്പോ ഈ ഇലാസ്റ്റിക് ലിമിറ്റും പ്രപ്പോർഷണൽ ലിമിറ്റും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ മോസ്റ്റ് സ്യൂട്ടബിൾ പ്രപ്പോർഷണൽ ലിമിറ്റ് ആണ്. മിക്കവാറും PSC ക്വസ്റ്റ്യനിലെല്ലാം ഇലാസ്റ്റിക് ലിമിറ്റ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇലാസ്റ്റിക് ഓൺലി വിത്തിൻ. ഇനി എന്താണ് ഇലാസ്റ്റിക്സിറ്റി? അപ്പൊ ഇലാസ്റ്റിക് എന്താണെന്ന് നമുക്ക് പഠിച്ചു പോകണം. അതിനുമുമ്പ് സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, അതിന്റെ ഒരു ബേസിക് ഐഡിയ വേണം. സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്? എപ്പോഴാണ് സ്ട്രെസ് വരുന്നത്? ഒരു ബോഡിയിൽ ലോഡ് ആക്ട് ചെയ്യുന്നു. ഒരു ബോഡി ലോഡ് ആക്ട് ചെയ്യുന്നു, ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ബോഡി എന്ത് ചെയ്യുന്നു? ബോഡിക്ക് എന്ത് സംഭവിക്കും? ആദ്യം ഡീഫോർമേഷൻ ഉണ്ടാവും. ഡീഫോർമേഷനെ ബോഡി റെസിസ്റ്റ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ബോഡി ലോഡ് ആക്ട് ചെയ്യുന്നു, ബോഡി ഡീഫോം ചെയ്യുന്നു, ബോഡിക്ക് അകത്തായിട്ട് ഇന്റേണലി ഡീഫോർമേഷൻ റെസിസ്റ്റ് ചെയ്യുന്നു. ഇതിൽ സ്ട്രെസ് റെപ്രസെന്റ് ചെയ്യുന്നത് റെസിസ്റ്റൻസിനെയാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ആണ് സ്ട്രെസ്. അപ്പൊ സ്ട്രെയിൻ ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡീഫോർമേഷന്. അപ്പോ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ്, ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രെസ്. ഡീഫോർമേഷന്റെ രണ്ട് സൈസ് ചേഞ്ചിങ്ങും ഉണ്ട്, ഷേപ്പ് ചേഞ്ചിങ്. അതായത് സൈസ് ചേഞ്ചിങ് എന്നാണ് എപ്സിലോൺ, ഷേപ്പ് ചേഞ്ചിങ് ആണെങ്കിൽ ഗാമ വരും. അപ്പം ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് ലീനിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ നോർമൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും കുറിച്ച് വേണ്ടത്. പല പല സ്ട്രെസ് ഉണ്ട്. നോർമൽ സ്ട്രെസ് ഉണ്ട്, ഷിയർ സ്ട്രെസ് ഉണ്ട്. എന്താണ് അത്? ഏരിയക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു സർഫസ് ആണെങ്കിൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സ്ട്രെയിൻ എങ്കിൽ അത് സിഗ്മ. സർഫസിന് എലോങ് ആണ് സ്ട്രെയിൻ എങ്കിൽ എലോങ് ആണ് സ്ട്രെസ് എങ്കിൽ അതേ സ്ട്രെസ് ഷിയർ സ്ട്രെസ്. അപ്പം സിഗ്മ ടോങ് പ്ലെയിനുമായിട്ട് 90 ഡിഗ്രിയിലാണെങ്കിൽ നോർമൽ സ്ട്രെസ്, പ്ലെയിന് എലോങ് ആണെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്. അതാണ് തന്നെ സ്ട്രെയിനും. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് സ്ട്രെസ്സും സ്ട്രെയിനെ കുറിച്ച് ബേസിക് ഐഡിയ വേണ്ടത്. സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, ആരെ റെപ്രസെന്റ് ചെയ്യുന്നു, രണ്ട് ടൈപ്പ് സ്ട്രെസ്സുകൾ ഏതാണ്, രണ്ട് ടൈപ്പ് സ്ട്രെയിനുകൾ എന്താണ്. സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്താണ്? സ്ട്രെസ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ് പാസ്കൽ. നമ്മൾ പ്രോളോഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മെഗാ പാസ്കലിലായിരിക്കും തരുന്നത്. മെഗാ പാസ്കൽ എന്ന് പറയുന്നത് 10⁶ പാസ്കൽ ആണ്. അതിന് പകരം മെഗാ പാസ്കലിന് പകരം നമുക്ക് ഏത് യൂണിറ്റ് യൂസ് ചെയ്യാം? ന്യൂട്ടൺ പെർ mm സ്ക്വയറും മെഗാ പാസ്കലും ഒരേ ഐറ്റം തന്നെയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോ ഇത് എന്താണ്? ഇത് നമുക്ക് ഐഡിയ കിട്ടണമെങ്കിൽ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം എന്താണെന്ന് അറിയണം. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ ആദ്യം ഒരു പോർഷൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് സ്റ്റാർട്ടിങ് ഫ്രം 0, അതായത് ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. Y ആക്സിസിൽ സ്ട്രെസ്സും X ആക്സിസിൽ സ്ട്രെയിനുമാണ്. അപ്പോൾ സ്ട്രെയിൻ കൂടുന്നതനുസരിച്ച് സ്ട്രെസ് കൂടി വരുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ പ്രപ്പോർഷണൽ ലിമിറ്റ് കഴിയുന്നു. പ്രപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻ കഴിയുന്നു. അപ്പോൾ ആ പ്രപ്പോർഷണൽ ലിമിറ്റ് കഴിയുന്ന പോയിന്റ് ആണ് പ്രപ്പോർഷണൽ ലിമിറ്റ്. അവിടം വരെ സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും, അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ നമുക്ക് ചില മെറ്റീരിയലുകളിൽ രണ്ട് ഡിഫറൻറ്റ് പോയിന്റ് ഉണ്ട്. ചിലതിനകത്ത് അത് ഒറ്റ പോയിന്റ് ആയിട്ട് പറയൂ. ഇലാസ്റ്റിക് ലിമിറ്റും അപ്പർ ഈൽഡ് പോയിന്റ്.
ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് പറയും, അല്ലെങ്കിൽ yield പോയിന്റ്. എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ്? രണ്ടിന്റെ ഐഡിയ എന്താണെന്ന് വേണം. ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണ്? ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്ന പോയിന്റ് ആണ് ഇലാസ്റ്റിക് ലിമിറ്റ്. എന്താണ് ഇലാസ്റ്റിസിറ്റി? ആഫ്റ്റർ ലോഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് ലോഡ് ബോഡിക്ക് അതിന്റെ ഒറിജിനൽ ഷേപ്പ് തിരിച്ച് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ? പ്ലാസ്റ്റിക്. അപ്പൊ ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്ന പോയിന്റ് ആണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ എന്താണ് ഈൽഡിങ്? ഇതിന്റെ കൂടെ പഠിച്ചു വെച്ചേക്കുന്നതാണ് ഈൽഡിങ്. എന്താണ് ഈൽഡിങ്? എവിടെ മുതൽ എവിടം വരെയാണ്? ഈ ഫിഗർ അനുസരിച്ചാണ്. കേട്ടില്ല, ഒന്നുകൂടെ പറയൂ. സ്ട്രെസ്സിലുള്ള ചെറിയ വാല്യൂ ചേഞ്ചില് സ്ട്രെയിനിന് നല്ല ഡീവിയേഷൻ. അതെ, സ്ട്രെസ്സിന് വേരിയേഷൻ ഇല്ലാതെ സ്ട്രെയിൻ നല്ല രീതിയിൽ വേരി ചെയ്യുന്നത്, അതായത് നല്ല രീതിയിൽ ഇലോങ്ങേഷൻ സംഭവിക്കുന്നു. ഇലാസ്റ്റിക് ലിമിറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ത് റീജിയൻ ആണ്? ഇവിടം വരെ എന്ത് റീജിയൻ ആണ്? ഇലാസ്റ്റിക് റീജിയൻ ആണ്. അപ്പൊ ഇതിന് ശേഷം എന്ത് റീജിയൻ ആണ്? പ്ലാസ്റ്റിക്. അതായത് പെർമനന്റ് ഡിഫോർമേഷൻ ആയി, പിന്നെ അതിന് പഴയ ഷേപ്പിലേക്ക് എത്താൻ പറ്റത്തില്ല, സൈസിലേക്ക്. അപ്പൊ ബി ടു സി ആണ് ഈൽഡിങ്. അപ്പൊ ഈൽഡിങ് എന്ന് പറയുന്നതിന് ഒരു അപ്പർ ഈൽഡും ലോവർ ഈൽഡും കാണും. ഇപ്പൊ ഒരു ഡക്റ്റൈൽ, ഒരു മെൽ സ്റ്റീലിന്റെ ഒക്കെ ഡയഗ്രം ആണ് ഈ ഒരു ഷേപ്പിലൊക്കെ വരുന്നത്. ചില മെറ്റീരിയലിന് ഒരു പർട്ടിക്കുലർ ഈൽഡ് പോയിന്റ് ഒന്നും ഇല്ല. അപ്പോ ഈൽഡ് പോയിന്റ് ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ച് ഡിസൈൻ പാരാമീറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നതാണ് ഈൽഡ് സ്ട്രെങ്ത്. അപ്പോൾ ഈൽഡ് സ്ട്രെങ്ത് നമുക്ക് ഡയറക്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ കണ്ടുപിടിക്കുക, അതും കൂടെ പറയാം. അപ്പൊ അതിനു മുമ്പ് അപ്പറും ലോവറും, ഈൽഡിങ് തുടങ്ങുന്ന പോയിന്റ് ബി, എൻഡ് ചെയ്യുന്ന പോയിന്റ് സി. സ്ട്രെസ് നിങ്ങൾക്ക് ആ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം എന്ത് സ്ലോപ്പാണ് അവിടെ? പോസിറ്റീവ് സ്ലോപ്പാണോ, നെഗറ്റീവ് സ്ലോപ്പാണോ, അതോ സീറോ സ്ലോപ്പാണോ? സീറോ. ചില ടെക്സ്റ്റുകളിൽ സീറോ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് വരും. പക്ഷെ എക്സാക്ട്ലി മൈൽഡ് സ്റ്റീലിന്റെ എടുക്കുകയാണെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പറും ലോവറും എന്നാണ് പറയുന്നത്. അപ്പൊ ബി പൊങ്ങി നിൽക്കും, സി താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ ലൈൻ ഒരു നെഗറ്റീവ് സ്ലോപ്പാണ് വരുന്നത്. ഈ O to A എന്ത് സ്ലോപ്പാണ്? പോസിറ്റീവ് സ്ലോപ്പാണ്. അത് സ്ട്രെയിൻ കൂടുമ്പോൾ സ്ട്രെസ്സും കൂടുന്നു. മറ്റേ തിരിച്ചാണ്, സ്ട്രെയിൻ കൂടുന്നതനുസരിച്ച് സ്ട്രെസ് ചെറുതായിട്ട് കുറയുന്നു, അല്ലെങ്കിൽ പാരലൽ. ഓക്കെ. അപ്പൊ ഈൽഡിങ് കഴിയുന്ന പോയിന്റ് ആണ് സി. ആഫ്റ്റർ ഈൽഡിങ് എന്താ സംഭവിക്കുന്നത്? അവിടെ പല പല മാറ്റങ്ങൾ സംഭവിക്കും. റീകൺസ്ട്രക്ഷൻ സംഭവിക്കും, ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടും. ആ പ്രോസസ് സി ടു ഡി, അതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തുന്നവർ ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ്, അറിയാവർക്കെങ്കിലും? സ്ട്രെയിൻ ഹാർഡനിങ്. അപ്പൊ സി ടു ഡി ആണ് സ്ട്രെയിൻ ഹാർഡനിങ്. ഇനി ആഫ്റ്റർ ഡി എന്താണ് സംഭവിക്കുന്നത്? നെക്കിംഗ്. അതായത് ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ നെക്കിംഗ് തുടങ്ങും. നെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലോക്കലൈസ്ഡ് പോയിന്റിൽ വളരെ വലുതായിട്ട് ഡയമീറ്റർ കുറയും. വളരെ സിഗ്നിഫിക്കന്റ് ആയ രീതിയിൽ ഡയമീറ്റർ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയും. ആ ക്രോസ് സെക്ഷണൽ ഏരിയ ഡിക്രീസ് കൺസിഡർ ചെയ്തിട്ട് വരച്ച ഡയഗ്രം ആണോ ഇത്? കൺസിഡർ ചെയ്യാതെ വരയ്ക്കുന്ന ഡയഗ്രം ആണോ ഇത്? ചെയ്യാതെ വരയ്ക്കുന്നതാണ് ഒറിജിനൽ ക്രോസ് സെക്ഷനിൽ. അതായത് ആഫ്റ്റർ വോയിസ് ഒന്ന് ഓഫ് ആക്കണേ. ഡിക്രീസ് ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ കൺസിഡർ ചെയ്യാതെ വരച്ചേക്കുന്ന ഡയഗ്രം ആണ് ഈ D2. ഇത് ഓർഡിനറി സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം. അപ്പോൾ നെക്കിങ്ങിന്റെ ആ ഏരിയ റിഡക്ഷനും കൂടെ കൺസിഡർ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഡയഗ്രം എങ്ങനെ വരും? എന്താ ഇതിനകത്ത് വ്യത്യാസം വരാൻ പോകുന്നത്? ഇതാണ് ആക്ച്വൽ ഡയഗ്രം എങ്കിൽ സത്യത്തിൽ സ്ട്രെസ് ഇൻക്രീസ് ചെയ്തു പോകും. ഫ്രാക്ചർ പോയിന്റ് എവിടെ ആയിരിക്കും? മുകളിലായിരിക്കും. അപ്പോൾ ഈ വരയ്ക്കുന്ന ഡയഗ്രത്തിന് ഒരു പേര് പറയും. ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം. അതെ. അപ്പൊ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രവും ഓർഡിനറി സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഒറിജിനൽ ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയ യൂസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഓർഡിനറി. റെഡ്യൂസ്ഡ് ക്രോസ് സെക്ഷണൽ ഏരിയ വെച്ച് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ അത് ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം. ഇനി ഇവിടെ നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ആക്ച്വൽ ഡയഗ്രത്തിൽ നെഗറ്റീവ് D2E നെഗറ്റീവ് സ്ലോപ്പ് ആണ്. പോസിറ്റീവ് സ്ലോപ്പ് വരുന്ന രണ്ട് പോർഷൻ ഉണ്ട്.
ആദ്യത്തെ ലീനിയർ പോർഷനിലും സ്ട്രെയിൻ ഹാർഡനിങ്ങും പോസിറ്റീവ് സ്ലോപ്പാണ്. ഇനി ഇതിന്റെ ഏരിയ റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഏരിയ? സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിന്റെ ഏരിയ അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്, ഈ ട്രയാങ്കിൾ ഷേപ്പ്, ഈ ഓറഞ്ച് റീജിയൻ, ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ റീജിയൻ, ആ റീജിയനെ വിളിക്കുന്ന പേര് ടഫ്നെസ് ടഫ്നെസ് അല്ല. ടഫ്നെസ് എടുക്കുന്നത് അപ് ടു ഫ്രാക്ചർ പോയിന്റ് ആണ്. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും മോഡുലസ് ആണ്, പെർ വോളിയം ആണ്. വെറും റെസിലിയൻസും മോഡുലസ് ഓഫ് റെസിലിയൻസും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം ആണ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. അപ്പോൾ മോഡുലസ് ഓഫ് റെസിലിയൻസ് ഈക്വൽ ടു പ്രൂഫ് റെസിലിയൻസ് ഡിവൈഡഡ് ബൈ അതിന്റെ വോളിയം. അപ്പൊ എന്തിന്റെ മുമ്പിലും മോഡ് വന്നു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ടഫ്നെസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്നത് മോഡുലസ് ആണെന്ന് ഓർക്കുക. റെസിലിയൻസ് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം, നമുക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഒരുപാട് പറയണം. അപ്പോൾ അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്, അതായത് ഏത് ഡീഫോർമേഷൻ പോകുന്നില്ല, എന്ത് ഡീഫോർമേഷൻ നടക്കുന്നില്ല അവിടെ? പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കാതെ മെറ്റീരിയലിന് മാക്സിമം എടുക്കാവുന്ന എനർജി, സ്ട്രെയിൻ എനർജിയെ വിളിക്കുന്ന പേരാണ് പ്രൂഫ് റെസിലിയൻസ്. അത് പെർ യൂണിറ്റ് വോളിയം ആണ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. എങ്കിൽ അപ് ടു ഫ്രാക്ചർ പോയിന്റ്, അതായത് ആ ഈ എത്തുന്നത് വരെ എത്ര എനർജി എടുക്കാം മെറ്റീരിയലിന്, അതാണ് ടഫ്നെസ്. ടഫ്നെസ് പെർ യൂണിറ്റ് വോളിയം ആണ് മോഡുലസ് ഓഫ് ടഫ്നെസ്. അപ്പോൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ നിന്ന് മോഡുലസ് ആണ് കിട്ടുന്നതെന്ന് ഓർക്കുക. ക്ലിയർ ആണോ എല്ലാവർക്കും? പിന്നെ ഒരു കാര്യം കൂടെ, ഈ സ്ലോപ്പ് ഓഫ് ദി ലൈൻ അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ ലിമിറ്റ് എന്തായിരിക്കും? ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് യങ്സ് മോഡുലസ് പഠിച്ചു വെച്ചേക്കുക. അതായത് വൈ ആക്സ് നമ്മളെ ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് സിഗ്മയും ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഹൊറിസോണ്ടൽ പോർഷൻ എന്ന് പറയുന്നത് സ്ട്രെയിനുമാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് dy ബൈ dx അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് സിഗ്മ ബൈ ഇ ആയിട്ട് വരും. സിഗ്മ ബൈ എപ്സിലോൺ ആയിട്ട് വരും. അതാരാണ്? സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് യങ്സ് മോഡുലസ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ബ്രിട്ടിൽ മെറ്റീരിയൽ. ഇതെന്ത് മെറ്റീരിയലിന്റെ വരച്ചേക്കുന്ന? നെക്കിംഗ് ഉണ്ടെങ്കിൽ അത് ഡക്റ്റൈൽ മെറ്റീരിയൽ. ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു വളരെ കൂടിയ ഡീഫോർമേഷൻ ഒന്നുമില്ല. പെട്ടെന്ന് ഡീഫോർമേഷൻ അധികം ഇല്ലാതെ അങ്ങ് പൊട്ടിപ്പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും പൊട്ടൽ. അപ്പൊ ഈ പോയിന്റ് എന്ത് വരും? ഫ്രാക്ചർ പോയിന്റ് വരും. ഇത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരും. ഒരു ഈൽഡ് പോയിന്റ് ഒന്നും കാണത്തില്ല. ചിലപ്പോൾ ഒരു ഇലാസ്റ്റിക് ലിമിറ്റോ എല്ലാം കാണും, ചിലപ്പോൾ അതും കാണത്തില്ല. ഈ രണ്ട് മെയിൻ പോയിന്റേ കാണത്തുള്ളൂ. ഇവിടെ നമ്മൾ എങ്ങനെ ഈൽഡ് പോയിന്റ് കണ്ടുപിടിച്ചെടുക്കും? ഇല്ലാത്ത ഈൽഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിച്ചത്? അതിനൊരു മെത്തേഡ് ഉണ്ട്, ആ പേര് പഠിച്ചു വെച്ചോളൂ. ഓഫ്സെറ്റ് മെത്തേഡ്, സ്ട്രെയിൻ ഓഫ്സെറ്റ് മെത്തേഡ്. സ്ട്രെയിൻ ഓഫ്സെറ്റ് മെത്തേഡിൽ സ്ട്രെയിന്റെ വാല്യൂ എത്ര എടുക്കുന്നത് അതും കൂടെ പഠിച്ചു വെച്ചോളൂ. 0.2% ആണോ അത് 0.2 വാല്യൂ ആണോ? 0.2 വാല്യൂ അല്ല, 0.2% ആണ്, അല്ലെങ്കിൽ 0.002 ആണ്. അത് പഠിച്ചു വെച്ചോണം. അപ്പൊ പെർസെന്റേജിലും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഇതിനെയാണ് ഓഫ്സെറ്റ് ലൈൻ എന്ന് പറയുന്നത്. അവിടെ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് അവിടെ നമ്മൾ ഈൽഡ് പോയിന്റ് ആയിട്ട് എടുക്കും. ഇല്ലാത്ത ഈൽഡ് പോയിന്റ് നമ്മൾ ഇമാജിനറി ഈൽഡ് പോയിന്റ് കണ്ടുപിടിച്ചെടുക്കും. അപ്പോൾ ഓഫ്സെറ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ വാല്യൂ എത്രയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. 0.2% അല്ലെങ്കിൽ 0.6. ഇത്ര ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രോപ്പർട്ടീസ് പറയൂ. The maximum stress which a material can withstand large number of stress reversals. Endurance limit. എന്താണ് endurance limit? Stress reversal എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? Repeated loading. അത് തന്നെ, ഫ്ലക്ച്വേറ്റിംഗ് ലോഡിങ്. അതായത് നമ്മൾ സ്ട്രെസ് വേഴ്സസ് ടൈം ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ
സ്ട്രെസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സ്റ്റാറ്റിക് ലോഡിംഗ് അല്ല, നമ്മളതിനെ വിളിക്കും വേരിയിങ് ലോഡിംഗ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡിംഗ് എന്നൊക്കെ പറയും. വേരിയിങ് ഓർ ഫ്ലക്ച്വേറ്റിംഗ്. നമ്മൾ സ്റ്റാറ്റിക് ലോഡിങ്ങിൽ ലിമിറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഏത് സ്ട്രെസ് ആണ്? അതായത് മെറ്റീരിയൽ ഇവിടം വരെ പോകാവൂ സ്ട്രെസ് ചെയ്ത്, ഏതാണ് സ്റ്റാറ്റിക് ലോഡിങ്? സ്റ്റാറ്റിക് ലോഡിങ്ങിലെ ക്രിട്ടിക്കൽ പോയിന്റ് ആരാണ്? ക്രിട്ടിക്കൽ സ്ട്രെസ് വാല്യൂ ഏതാണ്? Ultimate stress. അല്ല, ഒരു മെറ്റീരിയലുകൾ അൾട്ടിമേറ്റ് സ്ട്രെസ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാറില്ല. Actual കേട്ടില്ല. stress. എന്ത് സ്ട്രെസ്സാ? കേട്ടില്ല. Factor of safety. അല്ലല്ല, ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ എത്രമാത്രം അതിനെ അണ്ടർ ഡിസൈൻ, എത്ര കുറച്ചെടുക്കുന്നു എന്നുള്ളതാണ്. Allowable അത് stress. പറയാം. അലോബിൾ സ്ട്രെസ് എന്ന് പറയുന്നത് എത്ര, അത് നമ്മൾ എടുത്തേക്കുന്നത് നിങ്ങൾ ഡിസൈനിൽ സീരീസ് ഓഫ് ഫെയിലർ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ എടുക്കുന്ന ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈൽഡ് പോയിന്റ് ആണ്. ഈൽഡ് പോയിന്റുള്ള സ്ട്രെസ് ആണ് നമ്മൾ. അപ്പൊ ഈൽഡ് പോയിന്റ് സ്ട്രെസ്സിനേക്കാളും താന്നിരിക്കണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന സ്ട്രെസ്. ഈ ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ്സും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ സാധാ മെറ്റീരിയലുകളെല്ലാം, ഡക്റ്റൈൽ മെറ്റീരിയൽ എല്ലാം സ്റ്റാറ്റിക് ലോഡിങ്ങിലെ മാക്സിമം. കാരണം എന്താണ്? നമുക്ക് ഫ്രാക്ചർ പോയിന്റ് വരെ പോകാം, പക്ഷെ പ്രശ്നം എന്താണ്? ഫ്രാക്ചർ എത്തിയാലേ പൊട്ടത്തുള്ളൂ, ഈൽഡ് എത്തിയാൽ പൊട്ടത്തൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈൽഡ് പോയിന്റ് എടുക്കുന്നത്? Shape change. ഷേപ്പ്. അതെ, കറക്റ്റ്. ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന മെറ്റീരിയലിന് ഉപയോഗം വരത്തില്ല. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കണം, പ്ലാസ്റ്റിക് ഡിഫോർമേഷനിൽ പോകരുത്. അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ലിമിറ്റ് ഈൽഡ് പോയിന്റ് ആണ്. Sir, അത് പക്ഷേ only for plastic material, elastic material അല്ല, ductile material അല്ലേ? അതെ, ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ്. ബ്രിട്ടിൽ മെറ്റീരിയൽ നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് വെച്ച് ഡിസൈൻ ചെയ്യാറുണ്ട്. ഞാനത് പറഞ്ഞായിരുന്നല്ലോ. ബ്രിട്ടിലിനാണ് ഇത് ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞ് എടുക്കുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലിനാണ്. ഇനി ഇതേപോലെ സ്റ്റാറ്റിക് ലോഡിങ് പോലെ വേരിയബിൾ ലോഡിങ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡിങ്, അവിടെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് എൻഡ്യൂറൻസ് ലിമിറ്റ്. എൻഡ്യൂറൻസ് ലിമിറ്റ് നമുക്ക് ഏത് ഡയഗ്രത്തിൽ നിന്നാണ് കിട്ടുന്നത് അതും പഠിച്ചു വെച്ചേക്കണം. ഏത് ഡയഗ്രത്തിൽ നിന്നാണ്? ഫ്രം ഏത് കർവ്? SN കർവ്. അപ്പോ എൻഡ്യൂറൻസ് ലിമിറ്റിന്റെ ഡെഫിനിഷൻ ഇതാണ്. നിങ്ങൾ ഒരു ബോഡിയിൽ കംപ്ലീറ്റ്ലി സ്ട്രെസ് ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ഇൻഫിനിറ്റ് ലൈഫ് വേണം. ഇൻഫിനിറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചില ടെക്സ്റ്റിൽ 10⁶ സൈക്കിൾസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മിനിമം 10⁶ സൈക്കിൾസ് എങ്കിലും വിസ്റ്റാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന മാക്സിമം ഏത് സ്ട്രെസ് വരെ കൊടുക്കുമ്പോഴാണ്. അതിന്റെ അർത്ഥം ഈ സ്ട്രെസ്സിനേക്കാൾ അത് കൂടുതൽ എടുക്കത്തില്ലെന്നല്ല. നമുക്ക് എൻഡ്യൂറൻസ് ലിമിറ്റിനേക്കാളും കൂടിയ സ്ട്രെസ് മെറ്റീരിയൽ കൊടുക്കാം, സ്ട്രെസ് റിവേഴ്സൽ കൊടുക്കാം. പക്ഷെ എന്തായിരിക്കും പ്രശ്നം? പറയാമോ? ആ 10⁶ സൈക്കിളിനുള്ളതാണ് σEN. അപ്പൊ σENേക്കാൾ കൂടിയ സ്ട്രെസ് നമ്മൾ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റാൻഡേർഡ് ലൈഫ് 10⁶ സൈക്കിൾ. ഈ ലൈഫ് എന്ത് ചെയ്യും? സ്ട്രെസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പറയും, അത്രേ ഉള്ളൂ. 10⁶ എന്ന് പറയാം 10⁵ പൊട്ടിപ്പോകും. ഇനി ഇതിനേക്കാൾ കുറഞ്ഞ സ്ട്രെസ്സും കൊടുക്കാം. കുറഞ്ഞ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരിക്കലും പൊട്ടത്തുമില്ല, ഇൻഫിനിറ്റ് ലൈഫ് ആയിരിക്കും. അപ്പോ ഒരു എക്സാക്ട് എൻഡ്യൂറൻസ് ലിമിറ്റ് കാണിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് സ്റ്റീൽ. അപ്പൊ സ്റ്റീലിന്റെ SN കർവാണ് ഈ വരച്ചേക്കുന്നത്. ആ ബ്ലൂ കളറിൽ കാണുന്ന SN കർവ് എന്ന് പറയുന്നത് 10⁶ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു എക്സ് ആക്സിന് പാരലായിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ആ വാല്യൂ എൻഡ്യൂറൻസ് ലിമിറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റീലിന് ഒരു എക്സാക്ട് എൻഡ്യൂറൻസ് ലിമിറ്റ് ഉണ്ട്. അതിന്റെ അർത്ഥം ഈ വാല്യൂവിനേക്കാൾ
താഴെയുള്ള സ്ട്രെസ്സാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇത് ഒരിക്കലും ഫെയിൽ ആവത്തില്ല. ഈ കർവിന് താഴെ ആയിരിക്കും, അതൊരു കർവിൽ മീറ്റ് ചെയ്യത്തില്ല, അത് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും, നമുക്ക് ഇൻഫിനിറ്റ് ലൈഫാണ്. പക്ഷെ അലൂമിനിയത്തിന്റെ അങ്ങനെ നോക്കിയേ, അസിംപ്റ്റോട്ടിക് ആവുന്നുണ്ടോ? അതായത് എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഇൻഫിനിറ്റ് ലെങ്തിൽ പോകുന്നുണ്ടോ? അലൂമിനിയത്തിന്റെ ആണ് ഡാർക്ക് ലൈൻ. അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനൊരു പർട്ടിക്കുലർ എൻഡ്യൂറൻസ് ലിമിറ്റ് കാണിക്കത്തില്ല. അപ്പൊ അത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് ഫറ്റീഗ് സ്ട്രെങ്ത്. അതായത് ഇന്ന സൈക്കിൾ വരെ പോകാൻ എത്ര സ്ട്രെസ് കൊടുക്കണം, അത് നമുക്ക് ഈ കർവിൽ നിന്ന് കണ്ടുപിടിച്ചെടുക്കാം. അപ്പൊ 10⁵ സൈക്കിൾ ലൈഫ് മതിയെങ്കിൽ നമുക്ക് സ്ട്രെസ് ഇത്ര എടുക്കാം, ഈ സ്ട്രെസ് എടുക്കാം. പക്ഷെ 10⁸ സൈക്കിൾ ലൈഫ് വേണമെങ്കിലോ അത്രയും സ്ട്രെസ് എടുക്കാൻ പറ്റുമോ? അത് അതിനേക്കാൾ കുറച്ചെടുക്കണോ അതോ കൂട്ടിയെടുക്കണോ? കുറച്ചെടുക്കണം. ലൈഫ് കൂട്ടണമെങ്കിൽ സ്ട്രെസ് കുറച്ചെടുക്കണം. ലൈഫ് കുറച്ച് മതിയെങ്കിൽ സ്ട്രെസ് കൂട്ടിയെടുക്കാം. അപ്പൊ SN കർവ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കുക. അതായത് സ്ട്രെസ് വേഴ്സസ് നമ്പർ ഓഫ് സ്ട്രെസ് റിവേഴ്സൽസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്ട്രെസ് സൈക്കിൾസ്. അതിൽ 10⁶ കറസ്പോണ്ടിങ് വാല്യൂവിനെയാണ് നമ്മൾ ഈൽഡ് സ്ട്രെങ്ത് എൻഡ്യൂറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീലിന് പർട്ടിക്കുലർ എൻഡ്യൂറൻസ് ലിമിറ്റ് ഉണ്ട്. പല പല ഗ്രേഡ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു എക്സാക്ട് വാല്യൂ ഒന്നുമല്ല, ഗ്രേഡ് മാറുന്നതനുസരിച്ച് മാറും. ക്ലിയർ ആണോ SN കർവ് ഒക്കെ? ഈ എൻഡുറൻസ് ലിമിറ്റും ഇലാസ്റ്റിക് ലിമിറ്റും ഡിഫറെന്റ് തന്നെയല്ലേ? അത് കണക്ഷൻ ഇല്ലല്ലോ? ഒരു കണക്ഷനും ഇല്ല. എൻഡ്യൂറൻസ് ലിമിറ്റും ഇലാസ്റ്റിക് ലിമിറ്റും എല്ലാം വേറെ വേറെ ഐറ്റംസ് ആണ്. പിന്നെ നമ്മൾ ഡിസൈൻ പഠിക്കുമ്പോൾ ഇവരൊക്കെ തമ്മിൽ ഇമ്പറിക്കൽ റിലേഷൻ, ഇപ്പൊ ചില മെറ്റീരിയലിന് അൾട്ടിമേറ്റ് സ്ട്രെസ്സിന്റെ പകുതിയായിരിക്കും എൻഡ്യൂറൻസ് ലിമിറ്റ്. അങ്ങനെയൊക്കെ അത് എക്സ്പെരിമെന്റിലേക്ക് കിട്ടുന്ന വാല്യൂവിനെ അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അല്ലാതെ ഇക്വേഷൻ വഴി അങ്ങനെ കണക്ഷനോ ഒന്നുമില്ല. ഇതിന്റെ എത്ര പെർസെന്റേജ് ആണ് ഇത്, അങ്ങനെ ഒന്നുമില്ല. രണ്ട് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റഡി ലോഡിങ്ങിനും ഒന്ന് വേരിയബിൾ ഫ്ലക്ച്വേറ്റിംഗ് ലോഡിങ്ങിനുമാണ്. ഓക്കെ. The property of which metal can be drawn into wires without breaking. വയേഴ്സ് ആയിട്ട് ചെയ്യാനുള്ള ഏതാണ്? Ductility. അപ്പൊ മാലിബിലിറ്റി എന്താണ്? Thin sheets. തിൻ ഷീറ്റ്സ് ആയിട്ട് മാറ്റുക. എന്താണ് ഹാർഡ്നെസ്? Surface tension. റെസിസ്റ്റൻസ് ടു അബറേഷൻ, സ്ക്രാച്ചിങ്, ഇൻഡന്റേഷൻ, അതൊക്കെയാണ് ഹാർഡ്നെസ്. ബ്രിട്ടിൽനെസ്സോ? Fracture without deformation. എബിലിറ്റി ടു ബ്രേക്ക് വിത്തൗട്ട് സിഗ്നിഫിക്കന്റ് ഡീഫോർമേഷൻ, അതാണ് ബ്രിട്ടിൽനെസ്. ബ്രിട്ടിൽ മെറ്റീരിയലിന് ഒരു എക്സാമ്പിൾ, നമ്മൾ സ്ഥിരം പറയുന്ന എക്സാമ്പിൾ ഏതാണ്? മാലിബിളും ഡക്റ്റിലും ഒക്കെ ആയിട്ടുള്ള ഗോൾഡ്. സ്റ്റീലുണ്ട്. ഏറ്റവും ഹയസ്റ്റ് മാലിബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ഉള്ളത് ഗോൾഡ് ആണ്. പറ്റുമെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ അതിന്റെ ചാർട്ടൊക്കെ തന്നിട്ടുണ്ട്, വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. അങ്ങനെ കമ്പാരിസൺ ക്വസ്റ്റ്യൻ നമുക്ക് വരാറില്ല. ഈ കാസ്റ്റ് ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള എല്ലാം ഡക്റ്റൈൽ മെറ്റീരിയൽ ആയിരിക്കും, കോപ്പർ, അലൂമിനിയം, സ്റ്റീലൊക്കെ കാണാൻ, അതിന്റെ കൂടെ കാസ്റ്റ് ആണ് കാണും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനകത്ത് ഏതാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്, അപ്പൊ കാസ്റ്റ് ഓപ്റ്റ് ചെയ്യും. The property of a metal to resist the effect of tensile force. ഈ ഒരു പ്രത്യേക പേര് കണ്ട് ഓർത്തിരുന്നാൽ മതി. അതൊരു പ്രത്യേക പേരാണ്. ടെൻസൈലുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഡക്റ്റിലിറ്റി അല്ല, അത് എന്താ റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ്. മറ്റേത് എന്താണ്? വയർ ആകാനുള്ള കപ്പാസിറ്റിയാണ്, തിൻ വയർ ആകാനുള്ള. ഇതാ റെസിസ്റ്റൻസിന് ഡീഫോർമേഷൻ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടിയാണ് ടെനാസിറ്റി, ഡക്റ്റിലിറ്റി അല്ല. അപ്പോൾ റെസിസ്റ്റ് ദി എഫക്ട് ഓഫ് ടെൻസൈൽ ഫോഴ്സ്, പുള്ളിംഗ് ഫോഴ്സിനെ എതിർക്കാനുള്ള എബിലിറ്റിയാണ് ഓപ്ഷൻ ഡി ഓർക്കുക. The material which have the same elastic properties in all directions is called ഐസോട്രോപി. അപ്പോ ഈ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയുടെ ഡയറക്ഷനുള്ള വാല്യൂസ് വെച്ച് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് പേരുകൾ? ഐസോട്രോപിക്, അനൈസോട്രോപിക്, ഓർത്തോട്രോപിക്, അനൈസോട്രോപിക്. എന്താണ് ഐസോട്രോപിക്?
നിങ്ങൾ മെറ്റീരിയലിന്റെ ഏത് പോയിന്റ് എടുത്താലും എല്ലാ ഡയറക്ഷൻ എക്സ് All ഡയറക്ഷൻ വൈ direction. ഡയറക്ഷൻ ഒരു പോയിന്റിലെ ഏത് ഡയറക്ഷൻ എടുത്താലും ഈ പ്രോപ്പർട്ടി വാല്യൂ സെയിം. ഇപ്പൊ യങ്സ് മോഡുലസ് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനും എല്ലാം സെയിം ആണെങ്കിൽ, ഇസഡ് ഡയറക്ഷനും എല്ലാം സെയിം ആണെങ്കിൽ അത് എന്ത് മെറ്റീരിയൽ? Isotropic. ഐസോട്രോപിക്. ഇനി ഓർത്തോട്രോപിക് എന്താണ്? ഈ 3 മ്യൂച്വൽ ഡയറക്ഷനിലും 3 വാല്യൂ ആണെങ്കിൽ അതെന്താണ്? ഓർത്തോട്രോപിക്. അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഡിഫറന്റ് വാല്യൂസ് വരികയാണെങ്കിൽ ഓർത്തോട്രോപിക്. അനൈസോട്രോപിക്കോ? ഡിഫറെന്റ് All വാല്യൂസ് direction different values. ഏത് ഡയറക്ഷനും ഒരു ഡിഫറന്റ് വാല്യൂസ് കിട്ടുന്നില്ലെങ്കിൽ അത് അനൈസോട്രോപിക്. ഇവിടെ വേറൊരു കാര്യം കൂടെ പഠിച്ചു വെക്കാനുണ്ട്. നിങ്ങളെ ക്ലാസ്സിൽ ഒരു നോട്ടുണ്ട്, സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. സ്ട്രെസ് മെട്രിക്സും സ്ട്രെയിൻ മെട്രിക്സും, ഇവിടെ ഒരു മെട്രിക്സ് വരും, ഒരു 6x6 മെട്രിക്സ് വരും. ഈ 6 മെട്രിക്സ് A11 A12 ഇങ്ങനെ പോയി 3x3 അല്ലേ? 3x3 അല്ല, ഇത് 6x6. കാരണം എത്ര സ്ട്രെസ് കമ്പോണൻസ് ഉണ്ട്? സിഗ്മ XX, സിഗ്മ YY. 3x3 വരുന്ന സ്ട്രെസ് ടെൻസർ ആണ്, അത് വേറെ. സർ 2921 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് വരുന്നതാണോ? അത് തന്നെ. അപ്പൊ അതിനു വേണ്ടിയാണ് നമുക്ക് A65 A66 ഇങ്ങനെ ഇവിടെ 6 ഇവിടെ 6. അപ്പൊ മൊത്തം എത്ര വാല്യൂസ് വേണം സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ റിലേറ്റ് ചെയ്യണമെങ്കിൽ? 36 മെറ്റീരിയൽ കോഎഫിഷ്യൻസ് വേണം. ഈ കോഎഫിഷ്യൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ്, സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അത് മുകളിലത്തെ വാല്യൂ താഴത്തെ വാല്യൂ ചിലതിനകത്ത് 36 എന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഈ 36 ഐസോട്രോപിക് മെറ്റീരിയൽ ആണെങ്കിൽ ഈ 36 കണ്ടുപിടിക്കാൻ ഏതെങ്കിലും 2 വാല്യൂസ് മതി. ഇപ്പൊ നമ്പർ ഓഫ് മെറ്റീരിയൽ കോൺസ്റ്റന്റ് റിക്വയർഡ് ഫോർ ആൻ ഐസോട്രോപിക് മെറ്റീരിയൽ ടു ഗെറ്റ് ദി ഫുൾ റിലേഷൻ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഫുൾ റിലേഷൻ കിട്ടാൻ ഐസോട്രോപിക് മെറ്റീരിയലിന് 2 കോൺസ്റ്റന്റ്സ് മതി. ഓർത്തോട്രോപിക്കിന് എത്ര കോൺസ്റ്റന്റ്സ് വേണം? 9. കോൺസ്റ്റന്റ്സ് വേണം. ഈ 36 എണ്ണത്തിൽ 9 എന്ന് പറയുന്നു. അനൈസോട്രോപിക്കിലോ 21. ഈ വാല്യൂസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഐസോട്രോപിക് ആണെങ്കിൽ 2 കോൺസ്റ്റന്റ്സ് അറിയണം, ഓർത്തോട്രോപിക് ആണെങ്കിൽ 9 കോൺസ്റ്റന്റ്സ് അറിയണം, അനൈസോട്രോപിക് ആണെങ്കിൽ 21 കോൺസ്റ്റന്റ്സ് അറിയണം. ഇനി ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ എല്ലാ പോയിന്റുകളിലും, അതായത് ത്രൂ ഔട്ട് ദി വോളിയം ഒരേ വാല്യൂസ് ആണെങ്കിൽ ആ മെറ്റീരിയലിനെ എന്ത് മെറ്റീരിയൽ എന്ന് വിളിക്കും? അത് ഹോമോജീനസ്. ഒരു പോയിന്റിൽ എല്ലാം കറക്റ്റ് ആണെങ്കിൽ അത് ഐസോട്രോപിക്. ക്ലിയർ ആണോ? Sir, once. പറയൂ, കേട്ടില്ല. Homogeneous ഒന്നും. ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ നിങ്ങൾ എടുക്കുന്നു, ആ ബോഡിയുടെ ഫുൾ പോർഷനിലോ, അതായത് നിങ്ങൾ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും വാല്യൂസ് മെറ്റീരിയൽ കോൺസ്റ്റന്റ് സെയിം. അതായത് ഇപ്പൊ എ എന്ന പോയിന്റ് എടുത്തു, ഇവിടെ ബി എന്ന പോയിന്റ് എടുത്തു, എയിലും ബിയിലും നിങ്ങൾ നോക്കുമ്പോൾ യങ്സ് മോഡുലസുകൾ സെയിം ആണെങ്കിൽ അതെന്ത് മെറ്റീരിയൽ? അതായത് എയും ബിയും അല്ല, മെറ്റീരിയലിലെ ഏത് പോയിന്റിലും എടുത്താലും വാല്യൂസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഹോമോജീനസ്, അതായത് സെയിം കോമ്പോസിഷൻ. ഇപ്പൊ ഹോമോജീനസ് മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ് വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റീൽ റോഡ് ഹോമോജീനസ് മെറ്റീരിയൽ ആണെന്ന് പറയാം. പക്ഷെ ഒരു വുഡ് എന്ത് മെറ്റീരിയൽ അല്ല? ഹോമോജീനസ് അല്ല. കെമിക്കൽ കോമ്പോസിഷൻ പലയിടത്തും പലതായിരിക്കും. കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്തല്ല? റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്തല്ല? ഹോമോജീനസ് അല്ല. വേണമെങ്കിൽ കോൺക്രീറ്റും ഹോമോജീനസ് അല്ല എന്നൊക്കെ പറയുക. പക്ഷെ നമ്മൾ കാൽക്കുലേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ എന്ത് കണ്ടീഷൻ എടുത്ത് അപ്ലൈ ചെയ്താണ് ചെയ്യുന്നത്? ഹോമോജീനസ് കണ്ടീഷൻ എടുത്താണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി സ്ട്രെസ് സ്ട്രെയിൻ റിലേഷനുകൾ പഠിച്ചിരിക്കുക. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ചോദിക്കും. ഈ എല്ലാ ഓർത്തോട്രോപ്പിക്കും അനൈസോട്രോപ്പിക് അല്ലേ? അല്ല, ഓർത്തോട്രോപ്പിക് എന്ന് പറയുമ്പോഴത്തേ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് 3 ഡയറക്ഷൻ ആണ് ഇവിടെ ഉള്ളത്.
3 ഡയറക്ഷൻ. മറ്റിടത്ത് നമ്മൾ ഡയറക്ഷൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നില്ല. അതായത് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലോട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇവര് പറഞ്ഞേക്കുന്നത് എക്സ് ഡയറക്ഷൻ എടുക്കാൻ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇപ്പൊ എക്സ് ഡയറക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു, ആ ഡയറക്ഷനിലുള്ള ഏത് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഡയറക്ഷനിൽ എപ്പോൾ വാല്യൂ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് സെയിം വാല്യൂ കിട്ടണം. വൈ ഡയറക്ഷനിൽ എപ്പോൾ നോക്കിയാലും സെയിം വാല്യൂ കിട്ടണം, ഏത് പോയിന്റ് എടുത്താലും, അല്ലെങ്കിൽ ആ പോയിന്റിൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. മറ്റെടുത്ത് അങ്ങനെയൊന്നും പറയുന്നില്ല. ഒരു കണക്ഷനും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതിന് തോന്നിയ കണക്ക് തോന്നിയ പോയിന്റിലെല്ലാം വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഓർത്തോട്രോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനെ പറയുന്നുള്ളൂ. അനൈസോട്രോപ്പിക് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇഷ്ടമുള്ള ഇപ്പൊ നമുക്ക് ഒരിടത്ത് സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ 3 ഡയറക്ഷൻ മാത്രമല്ല നമുക്ക് എടുക്കാം. നമുക്ക് ഒരു പോയിന്റ് കൂടെ കടന്നു പോകുന്ന എത്ര പ്ലെയിൻസ് ഉണ്ട് പറയാമോ? ഇൻഫിനിറ്റ് ആണ്. അപ്പൊ ആ ഇൻഫിനിറ്റ് കണ്ടുപിടിക്കുന്ന ഇൻഫിനിറ്റിൽ എടുക്കുമ്പോൾ ഓരോ ഡയറക്ഷനിലും ഓരോ വാല്യൂ ആയിരിക്കും അനൈസോട്രോപ്പിക്കൽ. പക്ഷെ ഇത് ഡിഫൈൻ ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിൽ ഒരു വാല്യൂ ഉണ്ട്, വൈ ഡയറക്ഷനിൽ ഒരു വാല്യൂ ഉണ്ട്, ഇസഡ് ഡയറക്ഷൻ അങ്ങനെ പറയുന്നു. മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ സെയിം വാല്യൂസ് ആയിരിക്കും. ഓക്കെ ഓക്കെ. സാറേ എല്ലാ ഹോമോജീനിയസ് മെറ്റീരിയൽ ഐസോട്രോപിക് ആയിരിക്കും? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ ഹോമോജീനസ് എന്ന് പറഞ്ഞാലും ആയിരിക്കണം. കെമിക്കൽ കോമ്പോസിഷൻ സെയിം ആകണമെങ്കിൽ അതൊക്കെ നമ്മൾ മെറ്റീരിയൽ സയൻസിൽ പഠിക്കേണ്ട സാധനങ്ങളാണ്. നമ്മളിപ്പോൾ സാധാരണ ഹോമോജീനസ് ഐസോട്രോപിക് എന്ന് പറഞ്ഞാണ് എല്ലാ അസംഷനും. അതിന്റെ അത്ര ഡെപ്തിലേക്ക് എനിക്കറിയില്ല. അത് മെറ്റീരിയൽ കോമ്പോസിഷനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ ആൻഡ് ഗുഡ് നൈറ്റ്. Thank you, sir.